ഓവുചാലുകൾ വൃത്തിയാക്കിയില്ല. വാടിക്കൽ കടവ് പ്രദേശം വെള്ളപ്പൊക്ക ഭീഷണിയിൽ. കേട്ടോ സന്തോഷ വാർത്ത. സമാന്തര വിദ്യാഭ്യാസ രംഗത്ത് പേരും പെരുമയും നേടിയ പയ്യന്നൂർ വിദ്യാമന്ദിർ കോളേജ് ഇനി കണ്ണൂർ സർവകലാശാലയുടെ കീഴിലുള്ള സ്വന്തം ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. വിദ്യാമന്ദിർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പയ്യന്നൂർ. കാലവർഷം ആരംഭിച്ചതോടെ മാടായി പഞ്ചായത്തിലെ 10-ാം വാർഡിൽപ്പെട്ട വാടിക്കൽ കടവ് സൈദാർ പള്ളി റോഡ് ചളിക്കുളമായി മാറി. പോരാഞ്ഞിട്ട് കൾവർട്ടുകളിലെ മാലിന്യം നിറഞ്ഞ മണ്ണ് നീക്കം ചെയ്യാത്തതോടെ വെള്ളമൊഴുകാതെ റോഡിൽ തന്നെ കുഴിയിൽ കെട്ടിക്കിടന്ന് പ്രദേശമാകെ ഒറ്റപ്പെട്ട് കിടക്കുകയാണിപ്പോൾ. സമീപത്തെ വയലിലെ വെള്ളം പോലും ഒഴുകുന്ന ഓടകളാണ് അടഞ്ഞു കിടക്കുന്നത്. പുതുതായി നിർമ്മിച്ച ഓടകളിലാണ് മാലിന്യം കുമിഞ്ഞുകൂടിയിരിക്കുന്നത്. മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് ഓടകൾ വൃത്തിയാക്കാൻ തൊഴിലുറപ്പുകാരെ ഉപയോഗിക്കാൻ പഞ്ചായത്ത് അംഗം പഞ്ചായത്തിൽ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും പഞ്ചായത്ത് സെക്രട്ടറി VO അടങ്ങുന്ന ഉദ്യോഗസ്ഥർ നിയമപ്രശ്നം പറഞ്ഞ് അനുവദിച്ചില്ലെന്നാണ് പഞ്ചായത്ത് അംഗം A. മുനീർ പറയുന്നത്. ഈ വെള്ളക്കെട്ട് വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് രാവിലെ സ്കൂൾ കുട്ടികളും ഈ പ്രദേശവാസികളും ഒരുപാട് തവണ പരാതിപ്പെട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ബഹുമാനപ്പെട്ട പ്രസിഡൻ്റായി സംസാരിച്ച് പ്രസിഡന്റ് ഈ വിഷയത്തിൽ ഒരു ശക്തമായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് സെക്രട്ടറി മുമ്പാകെ സെക്രട്ടറിക്ക് ഈ വിഷയമായിട്ട് ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പ്രസിഡന്റ് JCB ഉപയോഗിച്ചിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ സംവിധാനത്തിൽ എന്തെങ്കിലും ഒരു നടപടി എടുക്കണമെന്നുള്ള ഒരു വാക്ക് തന്നിട്ടുണ്ട്. നാളെ തന്നെ ഇതിൻ്റെ എല്ലാ വെള്ളക്കെട്ടും ഈ ഒഴുക്കുകളൊന്ന് വിശാലമാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനം നാളെ തന്നെ ചെയ്ത് ജനങ്ങളെ ബുദ്ധിമുട്ടൊന്ന് നീക്കിക്കൊടുക്കാൻ എല്ലാ സംവിധാനങ്ങളും നടത്തും. വെള്ളപ്പൊക്ക ഭീഷണിയിൽ ഇപ്പോൾ പ്രദേശത്തുകാർ പൂർണ്ണമായും ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. സമീപത്തെ അങ്കണവാടിയിലെ കുട്ടികളും ജീവനക്കാരും കടുത്ത ദുരിതമാണ് അനുഭവിക്കുന്നത്. ദിവസങ്ങളായി കെട്ടിക്കിടക്കുന്ന വെള്ളം പകർച്ചവ്യാധികൾ പോലുള്ള രോഗങ്ങൾക്കും കാരണമായേക്കാം. വർഷങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞ റോഡ് നന്നാക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ഏറെ സാഹസപ്പെട്ടാണ് ചെറുവാഹനങ്ങളടക്കം ഇവിടെ കടന്നു പോകുന്നത്. പഞ്ചായത്ത് ഉദ്യോഗസ്ഥരുടെ അലംഭാവമാണ് ഇവിടെ ജനങ്ങളുടെ ദുരിതത്തിന് കാരണമായിരിക്കുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. പ്രതിഷേധം ശക്തമായതോടെ അടുത്ത ദിവസം തന്നെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുമെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉറപ്പു നൽകിയതായി പഞ്ചായത്ത് അംഗം A. മുനീർ പറഞ്ഞു. വടക്കൻ വാർത്തകൾക്ക് വേണ്ടി വാടിക്കൽ കടവിൽ നിന്നും T. ബാബു, പഴയങ്ങാടി. പയ്യന്നൂരുള്ള എയർപോർട്ട് കോളേജിൽ പെട്ടെന്ന് കയറി. ഞാൻ വരുന്നില്ല ബൈ, എനിക്കിവിടെ കുറെ പണി. വിമാനത്തിന്റെ ഉള്ളിലെല്ലാം കുറെ മൊഞ്ചത്തിമാരെ കണ്ടിനാ. ഓരെല്ലാം പഠിക്കുന്ന കോളേജ് ഫുള്ള് മൊഞ്ചത്തിമാർ. വരുന്നെങ്കിൽ വന്നോ മതി. നീ വണ്ടി ഇട്ടാ Salimos para la carretera, la gente a mí me pregunta y yo le digo que yo estoy en Mariana, la 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 Mariana, y yo le digo que yo la Mariana, la Mariana, la Mariana, la Mariana, la Mariana, la Mariana. നിങ്ങൾ +2 കഴിഞ്ഞവരാണോ? നിങ്ങൾക്ക് എയർപോർട്ടിൽ ഒരു ജോബ് വേണോ? എന്നാൽ പെട്ടെന്ന് എയർപോർട്ട് കോളേജിൽ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യൂ. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകുവിടർത്താം. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ഏവിയേഷനും ലോജിസ്റ്റിക്കും പാരാമെഡിക്കലുമുള്ള എയർബൺ ക്യാമ്പസിൽ വെച്ച് ചങ്ങായിമാരെ വിജയചരിതം രചിച്ച് ചരിത്രം കുറിച്ച 16 വർഷങ്ങൾ. കേരളത്തിന്റെ അകത്തും പുറത്തും ഏകദേശം 3 ലക്ഷം മുതൽ 12.5 ലക്ഷം വരെ ഫീസ് ഈടാക്കുന്ന കോഴ്സുകളാണ് ഏവിയേഷനും ലോജിസ്റ്റിക്കും പാരാമെഡിക്കലും. എന്നാൽ വെറും 2.5 ലക്ഷത്തിനുള്ളിൽ ഈ കോഴ്സുകളുടെ പഠനം പൂർത്തിയാക്കാം എയർബോണിൽ വെച്ച്. അനന്തമായ ജോലി സാധ്യതകളുടെ പുതിയ ലോകം തുറന്നു നൽകി നിരവധി വിദ്യാർത്ഥികളുടെ ഭാവി സുരക്ഷിതമാക്കിയ സംതൃപ്തിയാണ് എയർബോൺ കോളേജ് ഓഫ് ഏവിയേഷൻ ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസിനെ മുന്നോട്ട് നയിക്കുന്നത്. കോളേജിന്റെ കറക്റ്റ് ലൊക്കേഷൻ ISD ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ റോഡ്, പയ്യന്നൂർ.